തിരുത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് സംസ്ഥാനത്തെ രാഷ്ട്രീയം പരിശോധിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയം പരിശോധിച്ച് കഴിഞ്ഞാൽ, CPM രാഷ്ട്രീയം പരിശോധിച്ച് കഴിഞ്ഞാൽ, സർക്കാരിന് നേതൃത്വം നൽകുന്നവർ പാർട്ടിയെ കൂടെ നിയന്ത്രണത്തിലാക്കുക എന്ന് പറയുന്നൊരു സംവിധാനത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. സർക്കാരിൻ്റെ നേതൃത്വം തന്നെയാണ് പാർട്ടിയെ നയിക്കുന്നത്. നേരെ തിരിച്ചാണ് സാധാരണ സംഭവിക്കാതെ പാർട്ടി നേതൃത്വം തീരുമാനിക്കുകയും അത് സർക്കാർ വഴി നടപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന രീതി. അത് മാറി രീതിയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് MV ഗോവിന്ദൻ പറയുന്നു, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ മുൻഗണന എന്ത് എന്ന് പാർട്ടി തീരുമാനിക്കും. അത് ഒരു മാസത്തിനകം ചേരുന്ന സംസ്ഥാന സമിതി അത് തീരുമാനിക്കും. ആ മുൻഗണന അനുസരിച്ചായിരിക്കും ഇനി സർക്കാർ പ്രവർത്തിക്കുക. പെരുമാറ്റ രീതിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നേതാക്കളാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും അത് തിരുത്തുക തന്നെ ചെയ്യും എന്ന് MV ഗോവിന്ദൻ പറയുന്നുണ്ട്. ഈ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ചില സൂചനകളെങ്കിലും MV ഗോവിന്ദൻ്റെ വാക്കുകളിലുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിൽ ഗൗരവമുള്ള ചർച്ചകൾ നടന്നിരുന്നു. അത് ഒരുപക്ഷെ മാധ്യമങ്ങളോട് പൂർണ്ണമായി പറയാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ ചില സൂചനകളെങ്കിലും അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിലുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? വളരെ ചുരുക്കമായിട്ട് അങ്ങനെ ചില സൂചനകളുണ്ട്, അത് സംശയമില്ല. അത്രയൊക്കെ ചെയ്യാമെന്നും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുന്ന ഏത് തരത്തിലും തെറ്റുകൾക്കും തിരുത്താൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞത് ഒരു സൂചനയാണ്. പക്ഷെ എന്റെ അഭിപ്രായത്തില് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഒരു തിരിച്ചടി ഇതൊരു സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിട്ടോ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയായിട്ടോ മാത്രമല്ല കാണേണ്ടത്. ഇത് ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ കാലഘട്ടത്തോട് അതെങ്ങനെയൊക്കെയാണ് അത് പ്രതികരിക്കുന്നത്, എങ്ങനെയാണ് ഈ പുതിയ കാലത്തോടും ആ കാലത്തിന്റെ മാറ്റങ്ങളോടും എങ്ങനെയാണ് അത് എൻഗേജ് ചെയ്യേണ്ടത് എന്നൊക്കെ സംബന്ധിച്ച ചില വളരെ പ്രധാനപ്പെട്ട ചില സൂചനകൾ തരുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ്. അപ്പൊ അതൊരു എലക്ഷൻ തോൽവി മാത്രമല്ല. അപ്പൊ തീർച്ചയായിട്ടും അതിന് ആദ്യം ചെയ്യേണ്ടത് അഥവാ അങ്ങനെ തിരുത്താൻ തയ്യാറാണെങ്കിൽ ആ തിരുത്തുകൾ സംബന്ധിച്ച് ഏറ്റവും വളരെ മൗലികമായിട്ടുള്ള തിരുത്തുകൾ സംബന്ധിച്ച് ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് ജനങ്ങളോട് പ്രഖ്യാപിക്കുകയാണ് അതിന്റെ ആദ്യത്തെ പടി. അപ്പൊ അതിനിയും ഭാവിയിൽ വന്നോളും നടന്നോളും എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ സംഭവിച്ചേക്കാം, ഒന്നുമില്ലെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെയൊക്കെ. പക്ഷേ അതിന്റെ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഇന്ന് MV ഗോവിന്ദൻ ഞങ്ങൾ മാറാൻ പോവുകയാണ്, ഞങ്ങൾ ചില അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പറച്ചിലാണ് ആവശ്യം, ഒരു സംഭാഷണമാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് അക്കമിട്ട് പറയുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. കാരണം ഇത്രയും വലിയ ഇതിന് ശേഷമുള്ള ഒരു പ്രതികരണമാണ്. 5 ദിവസം ആലോചിച്ചു, കമ്മിറ്റി, സെക്രട്ടേറിയറ്റ് ഇവരെല്ലാവരും ചേർന്ന് ഒക്കെ ആലോചിക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ഈ എല്ലാ തെറ്റുകളും തിരുത്തും ഇതൊക്കെ എപ്പോഴും പറയാവുന്ന കാര്യങ്ങളാണ്, എന്നും പറയാവുന്നത്. ഇപ്പൊ പാർട്ടിയാണ് ഇനി മുൻഗണന നിശ്ചയിക്കാൻ പോകുന്നത് എന്ന് പറയുന്നതിൽ പോലും ഒരു പരിമിതമായിട്ടുള്ള ഒരു സാധ്യത അല്ലാതെ കാണുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അഥവാ ഇനിയിപ്പം അഥവാ അവിടെ ആലോചനകൾ നടന്നിട്ടില്ല എന്ന് ജേക്കബ് പറഞ്ഞ പോലെ എനിക്കും തോന്നുന്നു അങ്ങനെ ചിലപ്പോൾ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കാണും. പക്ഷെ അത് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് MV ഗോവിന്ദൻ തന്നെ അത് വിശദമായി സമഗ്രമായി ഒരു കാര്യമായ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചന തരികയാണ്. അങ്ങനെ ഒരു സൂചന അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ കിട്ടുന്നില്ല. സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പിലും പറയുന്ന പോലെയുള്ള പരാജയം സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇതല്ല. നമ്മൾ അതിനപ്പുറമാണ് ഈ പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ പാർട്ടിയിലെ തെറ്റുതിരുത്തൽ എന്ന് പറയുമ്പോൾ തെറ്റുതിരുത്തലിന് വേണ്ടിയിട്ടൊരു പ്ലീനം കേരളത്തിൽ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം തന്നെ തെറ്റുതിരുത്തലിന് ഒരു രേഖ പാർട്ടിയിൽ തയ്യാറാക്കുകയും അത് താഴെത്തലങ്ങളിലേക്ക് കൈമാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള തെറ്റുതിരുത്തൽ നടപടികളെക്കുറിച്ച് നമ്മൾ CPM പല കാലങ്ങളിലായി കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ പറയലും ഒരു പറച്ചിൽ മാത്രമായി അവസാനിപ്പിക്കുകയും ഈ പറഞ്ഞ പോലെ 3-4 മേഖലാ യോഗങ്ങൾ സംഘടിപ്പിക്കുക, അതിൽ ദേശീയ നേതാക്കൾ പങ്കെടുക്കുക, പിന്നെ താഴെത്തട്ടിൽ കുറേ യോഗങ്ങൾ സംഘടിപ്പിക്കുക, ഇതൊക്കെ ആയിട്ട് തീരും എന്നൊരു സാമ്പ്രദായിക മട്ട് എപ്പോഴും ഉണ്ട്. അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം നേരത്തെ രാജീവ് പറഞ്ഞ പോലെ പാർട്ടി ഒരു പ്ലീനം നടത്താൻ പോവുകയാണ്, അല്ലെങ്കിൽ അതിനൊരു റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ ചെയ്യാൻ പോവാണ്, അതിനൊരു രേഖ വരാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞാലെങ്കിലും അതിനൊരു ബലമുള്ള ഒരു തീരുമാനത്തിന്റെ മട്ടെങ്കിലും ഉണ്ടാവും. ഇത് പാർട്ടി കൂട്ടായ്മകൾ വിളിച്ചു കൂട്ടുന്നു, അതിൽ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും പങ്കെടുക്കുന്നു. എന്തൊരു പരിഹാസ്യമാണ്! ഇങ്ങനെ ഒരു കാര്യമാണോ ഇന്നത്തെ ഈ ഒരു വലിയ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ പറയേണ്ട കാര്യങ്ങൾ? എത്രയോ വലിയ സമഗ്രമായിട്ടുള്ള മൗലികമായിട്ടുള്ള പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ആലോചനകളുടെ സമയമാണിപ്പോൾ. അത് ചെയ്യുന്നതിന് പകരം ഇങ്ങനെയുള്ള നേരത്തെ പറഞ്ഞ പോലെ വളരെ വളരെ
യാതൊരു ഒരല്പം പോലും ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം പോലും അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും. ഈ ശൈലി മാറ്റണം എന്ന് പറഞ്ഞതിനോട് പോലും ശൈലി മാറ്റണമെങ്കിൽ മാറ്റും എന്ന് ചെറിയ പരോക്ഷമായിട്ട് പറയുന്നതിനിടയ്ക്ക് പോലും അത് മാറ്റാൻ പറ്റില്ല എന്നുള്ള 2019 പിണറായി വിജയൻ പറഞ്ഞ ഏതാണ്ട് ആ മട്ടിൽ തന്നെയാണ്. എന്താണ് മാറ്റേണ്ടത്? ഞങ്ങൾ 2019 തോറ്റിട്ട് 2021 ജയിച്ചതല്ലേ എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ എന്താ പറയുന്ന ഒരു ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ശൈലി മാറ്റാൻ പോലും അതുപോലെ ഒരു എല്ലാവരുടെയും തെറ്റുകൾ തിരുത്തിക്കോളാം എന്നൊക്കെ അദ്ദേഹം പിന്നെ സൂചിപ്പിച്ചെങ്കിലും ആദ്യം തന്നെയാണ് പറയുന്നത് അങ്ങനെ മാറ്റാൻ പറ്റില്ല. അപ്പൊ ആ മുഷ്കും ആ ഒരു ധാർഷ്ട്യവും ഒക്കെ തന്നെയാണ് തുടരുന്നത്. ഇപ്പോഴത്തെ ഈ ഘട്ടത്തിലെങ്കിലും അങ്ങനെയല്ല, പാർട്ടി മാറാൻ പോവുകയാണെന്നുള്ളതിന്റെ എന്തെങ്കിലും ഒരു സൂചന പോലും ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ലഭിച്ചിട്ടില്ല എം വി ഗോവിന്ദന്റെ. ഇനി അഥവാ അവിടെ നടന്നിട്ട് പറയാത്തതാണെങ്കിലും അതൊരു വലിയ തെറ്റാണെന്നാണ് പറയുന്നത്. കാരണം ജനങ്ങളുടെ മുമ്പിൽ ഇന്ന് തുറന്ന് പറയേണ്ടത് ഒരു വലിയ മാറ്റത്തിന്റെ സൂചനകൾ ഇതാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറയുകയായിരുന്നു വേണ്ടിയിരുന്നെന്നാണ് എന്റെ പക്ഷം.